ഇങ്ങനൊരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ രോഗവുമായിട്ട് അടുത്തുള്ള ഡോക്ടറെ കാണിച്ചു, ഡോക്ടർ നിങ്ങളെ പരിശോധിച്ചു, മരുന്ന് എഴുതി. ഈ മരുന്നുള്ള കുറിപ്പടിയുമായി നിങ്ങൾ അടുത്തുള്ള ഒരു ഫാർമസിയിലും പോയി. അവിടെ ചെന്നപ്പോൾ ഫാർമസിസ്റ്റ് ചേട്ടൻ പറയുന്നു, ഈ കമ്പനി ഇല്ല, വേറെ കമ്പനി ഉണ്ട്, എടുക്കട്ടെ. ഇത് കേട്ടിട്ട് കൺഫ്യൂഷൻ അടിച്ചവരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. കഴിഞ്ഞ ദിവസമാണ് എനിക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായത്. ഫാർമസിയിൽ ഞാൻ എൻ്റെ പാരൻസിന് വേണ്ടി മരുന്ന് വാങ്ങാൻ വേണ്ടി ക്യൂ നിൽക്കുകയായിരുന്നു. ക്യൂവിൽ എൻ്റെ മുന്നിൽ ഒരാളുണ്ടായിരുന്നു. അയാൾ ഇതുപോലെ കുറിപ്പടിയായിട്ട് ആ ഫാർമസിസ്റ്റ് കാണിച്ചു. ഫാർമസിസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞു, ഈ കമ്പനി ഇല്ല, വേറെ കമ്പനി ഉണ്ടെന്ന്. അപ്പൊ ഇതെടുക്കാൻ ഇദ്ദേഹത്തിന് ഭയങ്കര മടി. ഇദ്ദേഹം ആരോ ഫോണിൽ വിളിച്ചിട്ട് ചോദിച്ചപ്പോൾ അയാൾ എന്തോ പറയുന്നുണ്ട്. ഇദ്ദേഹം പറയുന്നത്, കഴിഞ്ഞ 2 ഫാർമസിയിലും ഞാൻ പോയി നോക്കി, ഇതിപ്പോ 3ാമത്തെ ഫാർമസിയാണ്, ഡോക്ടർ എഴുതി മരുന്നില്ല, വേറെ കമ്പനി ഉണ്ട് എന്നാ പറയുന്നത്, എടുക്കണോ? അപ്പൊ അപ്പുറത്തുള്ള ആളെന്തോ പറയുന്നുണ്ട്. അത് കേട്ടിട്ട് ഇയാൾ ആ ഫാർമസിയിൽ നിന്ന് മരുന്ന് വാങ്ങാതെ ഇറങ്ങിപ്പോയി. ചിലപ്പോൾ മറ്റൊരു ഫാർമസിയിലും ഇതുപോലെ ചെക്ക് ചെയ്യാൻ വേണ്ടി പോയതായിരിക്കാം. അപ്പൊ ഇത് കണ്ടപ്പോ എനിക്ക് അദ്ദേഹത്തിനോട് പറയണമെന്നുണ്ടായിരുന്നു, അത് കുഴപ്പമില്ല, നിങ്ങൾക്ക് ഈ മരുന്ന് എടുക്കാം എന്നുള്ളത്. പക്ഷെ എന്തുകൊണ്ടോ പറ്റിയില്ല, ആ സമയം ഉണ്ടായില്ല. അപ്പൊ തോന്നി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാം. നമ്മൾ പലപ്പോഴും മരുന്ന് ഡോക്ടർ എഴുതി തന്നു കഴിഞ്ഞാൽ ഇങ്ങനൊരു അവസ്ഥ നമുക്ക് പല ഫാർമസികളിൽ നിന്നും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇങ്ങനൊരു അവസ്ഥയിൽ ഇനി ഒരു കൺഫ്യൂഷൻ വേണ്ട. ഒരു മരുന്ന് ഒരു കമ്പനി ഇറക്കുന്ന സമയത്ത് അതിനൊരു ജനറിക് നെയിം ഉണ്ടാവും, അതിനൊരു ബ്രാൻഡ് നെയിമും ഉണ്ടാവും. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ജനറിക് നെയിം ആയിട്ടുള്ള പാരസെറ്റമോൾ എന്ന് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് ഞാൻ ആ എക്സാമ്പിൾ എടുക്കുന്നു. നമ്മൾ പനിക്ക് കൊടുക്കുന്നതാണ് പാരസെറ്റമോൾ കഴിച്ചാൽ പനി കുറയും. ഈ പാരസെറ്റമോൾ എന്ന് പറയുന്നത് പല കമ്പനികളും പല പേരിലും ഇറക്കുന്നുണ്ട്. അതിനെയാണ് ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പാരസെറ്റമോള് ക്രോസിൻ എന്ന പേരിൽ ഇറക്കാറുണ്ട്, പാരസെറ്റമോൾ കാൽപോൾ എന്ന് പറഞ്ഞ പേരിൽ ഇറക്കാറുണ്ട്, പാരസെറ്റമോളിന്റെ മറ്റൊരു പേരാണ് ഡോളോ. ഇതെല്ലാം കമ്പനിക്കാരിടുന്ന പെറ്റ് നെയിം എന്ന് നമുക്ക് പറയാം. നമ്മളെ വീട്ടിലുള്ള കുട്ടികളൊക്കെ വിളിക്കാറില്ലേ, അതുപോലത്തെ ഒരു പെറ്റ് നെയിം. അപ്പൊ സാധാരണ ജനറിക് നെയിം എന്നുള്ള പേരുകൾ പാരസെറ്റമോള്, അല്ലെങ്കിൽ മറ്റ് എക്സാമ്പിളുകളായിട്ടുള്ള ക്ലോർഫിനൈറമിൻ മാലിയേറ്റ്, അല്ലെങ്കിൽ സിട്രിസിൻ, ലിവോഫ്ലോക്സാസിൻ, ലിവോതൈറോക്സിൻ, അങ്ങനെ ഒരുപാട് പേരുകളുണ്ട്. ഈ ജനറിക് പേരുകളൊന്നും പെട്ടെന്ന് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റാത്ത ഒട്ടനവധി പേരുകളാണ്. ഇതെല്ലാം വായിൽ കൊള്ളാത്ത പേരുകളാണ്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ കമ്പനികൾ വളരെ എളുപ്പത്തിന് പെട്ടെന്ന് ഓർമ്മിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനെ ബ്രാൻഡ് നെയിം ആയിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞില്ല, പാരസെറ്റമോൾ ക്രോസിനും ഡോളോയും കാൽപോളോ ആയിട്ട് ഇറക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ മിനറൽ വാട്ടർ പല കടകളിൽ നിന്ന് വാങ്ങാറുണ്ട്. ബിസ്ലേരി എന്ന മിനറൽ വാട്ടർ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ അക്വാഫിന എന്ന് പറഞ്ഞിട്ടുണ്ടാകാം. അങ്ങനെ പല രീതിയിലും പല പേരിലും ഇറക്കുന്നുണ്ട്. ഇതെല്ലാം പൊളിച്ചു നോക്കിയാൽ എന്തായിരിക്കുന്നത്? മിനറൽ വാട്ടർ ആണ്, പച്ചവെള്ളം. അപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെയുള്ള മരുന്നുകൾ ജനറിക് നെയിം ഒന്നായാൽ മതി. നമുക്ക് വേണ്ട ജനറിക് നെയിം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബ്രാൻഡ് എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാ മരുന്നുകളും ഡ്രഗ് കൺട്രോളർ ഓഫ് ഇന്ത്യ ആണ് റെഗുലേറ്റ് ചെയ്യുന്നത്. അത് ഏതൊക്കെ കമ്പനികൾ ഏതൊക്കെ മരുന്നുകൾ ഇറക്കണം, അതിന്റെ ക്വാളിറ്റി എല്ലാം നിശ്ചയിക്കുന്നത് ഡ്രഗ് കൺട്രോളർ ഓഫ് ഇന്ത്യ ആണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഇങ്ങനെ ഒരു മരുന്ന് വാങ്ങുന്ന സമയത്ത് അവിടെയുള്ള ബ്രാൻഡ്, ഡോക്ടർ എഴുതിയ ബ്രാൻഡ് ഇല്ല എന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോ മറ്റ് ബ്രാൻഡുകളാണ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ആ ബ്രാൻഡ് ഏത് കമ്പനിയുടെ ആണെന്ന് നോക്കാം. കമ്പനി നല്ലതാണ്, കേട്ടുകേഴ്വിയുള്ള കമ്പനി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം. ഇങ്ങനെ ബ്രാൻഡ് മാറ്റുന്ന അല്ലെങ്കിൽ കമ്പനി മാറ്റുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഫാർമസിസ്റ്റുമായിട്ട് പ്രത്യേകം ചോദിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ് ഡോക്ടർ എഴുതിയിരിക്കുന്ന അതേ മരുന്ന് തന്നെയാണ് അല്ലെങ്കിൽ അതേ ജനറിക് നെയിം തന്നെയാണ് പുതിയ കമ്പനിയിലും ഉള്ളത് എന്ന്. ഇതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പുതിയൊരു പേഷ്യന്റിനെ കുറിച്ചാണ്, പുതുതായി മരുന്നെടുക്കുന്ന ഒരാളെ കുറിച്ചായിരുന്നു. ഇനി ഇത്തരം കമ്പനി അല്ലെങ്കിൽ ബ്രാൻഡ് മാറ്റുന്നത് ഏതെല്ലാം പേഷ്യൻസിന് ഉത്തമമല്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപസ്മാരത്തിന് മരുന്നെടുക്കുന്നവർ, അതുപോലെ തന്നെ പാർക്കിൻസൺ രോഗങ്ങൾക്ക് മരുന്നെടുക്കുന്നവർ, ചില മാനസിക രോഗങ്ങൾക്ക് മരുന്നെടുക്കുന്നവർക്കെല്ലാം ഇങ്ങനെ ബ്രാൻഡ് മാറ്റാതിരിക്കുക, അതായത് കമ്പനി മാറ്റാതിരിക്കുന്നതാണ് ഉത്തമം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം പേഷ്യൻസിന് കഴിക്കുന്ന മരുന്നുകളെല്ലാം പൊതുവെ ഒരു സെർട്ടൻ ലിമിറ്റ് ഉണ്ട്, ഒരു പ്രത്യേക തോത് ബ്ലഡിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പോൾ ചിലപ്പോൾ കമ്പനി മാറ്റുന്ന സമയത്ത് വളരെ നേരിയ രീതിയിലുള്ള ചെറിയ കോൺസെൻട്രേഷൻ, അതായത് മരുന്നിന്റെ അളവിൽ വളരെ ചെറിയ രീതിയിൽ ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടായേക്കാം കമ്പനികൾ മാറ്റുന്നത്. ഇത്തരം മാറ്റങ്ങൾ ചിലപ്പോൾ പേഷ്യന്റിന് സഹിക്കാൻ പറ്റുന്നതായിരിക്കില്ല. അപ്പോൾ അപസ്മാരം ഉണ്ടാവുന്ന അപസ്മാരത്തിന് മരുന്നെടുക്കുന്ന പേഷ്യൻസ്
ചിലപ്പോൾ കമ്പനി മാറ്റുന്ന സമയത്ത് അപസ്മാരം ഉണ്ടായേക്കാം. അതുപോലെ സൈക്കാട്രിക് മെഡിക്കേഷൻസ് എടുക്കുന്ന, അതായത് മാനസിക രോഗത്തിന് മരുന്നുകൾ എടുക്കുന്നവർ ചിലപ്പോൾ കമ്പനി മാറ്റുന്ന സമയത്ത് അവരുടെ മാനസിക രോഗം ചിലപ്പോൾ മൂർച്ഛിച്ചേക്കാം. അതുപോലെ പാർക്കിൻസൺ രോഗങ്ങളും ചിലപ്പോൾ കമ്പനി മാറ്റുന്ന സമയത്ത് അതും മൂർച്ഛിച്ചേക്കാം. ഇത്തരം കാര്യങ്ങൾ പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. സാധാരണയുള്ള കമ്പനി മാറ്റങ്ങൾ വലിയ ബുദ്ധിമുട്ടില്ല. ഞാൻ പറഞ്ഞ ചില രോഗികളുണ്ട്, അത്തരം രോഗികളിലെ കമ്പനി മരുന്ന് മാറ്റിയെടുക്കുന്നത് അത്ര ഉത്തമമല്ല. ഇനി മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.